എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ 86 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചത്. നീയാണ് ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തിരിക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവിനെതിരെ പരാതിയുമായി കുടുംബം. തൃശൂർ എടക്കൊഴിയൂർ സ്വദേശി മുഹ്സിനെയാണ് മരിച്ചത്. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ 86 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും അധികം കേസുകൾ എറണാകുളം ജില്ലയിലാണ്. നഗരത്തിന് പുറമെ ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും അധികം കേസുകൾ എറണാകുളം ജില്ലയിലാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഗുളികകൾ കഴിക്കാതിരിക്കുക. സർക്കാർ അംഗീകാരമില്ലാത്ത ഒറ്റമൂലി ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നും ചികിത്സ സ്വീകരിക്കരുതെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വ്യക്തി ശുചിത്വം, ആരോഗ്യ ശുചിത്വം, കുടിവെള്ള ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. മഞ്ഞപ്പിത്തത്തിന് പുറമെ എറണാകുളം ജില്ലയിൽ 28ഓളം പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 75ലധികം പേർക്ക് രോഗം സംശയിക്കുന്നു. കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ 5772 പേരാണ് വിവിധയിടങ്ങളിൽ പനിക്ക് ചികിത്സ തേടിയത്. വൈറൽ പനി ബാധിതരാണ് ഭൂരിഭാഗവും. മീഡിയ ടൈം, കൊച്ചി. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവിനെതിരെ പരാതിയുമായി കുടുംബം. തൃശൂർ എടക്കൊഴിയൂർ സ്വദേശി മുഹ്സിനെയാണ് മരിച്ചത്. യുവതിക്ക് ഭർത്താവ് ഇബ്രാഹിം അക്യുപങ്ക്ചർ ചികിത്സയാണ് നൽകിയതെന്നും ചികിത്സയുടെ ഭാഗമായി രൂപപ്പെട്ട മുറിവുകളിലുണ്ടായ അണുബാധയാണ് മുഹ്സിനയുടെ മരണത്തിന് കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. പരാതിയിൽ ചാവക്കാട് പോലീസ് കേസെടുത്തു. നീയാണ് ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തിരിക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. നീ എന്നെ നോക്കുന്നിടത്തോളം കാലം വേറെ ഒരു ഓപ്ഷനും അൽഹംദുലില്ലാഹ് ഇല്ല. ഇതിൻ്റെ പേരിൽ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊരുത്തുള്ള കാര്യമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ്, എൻ്റെ മോൻ എന്നെ നല്ല നിലയിൽ തന്നെയാണ് നോക്കിയേക്കണത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലെവലിൽ നീ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടിട്ട്. 15 വർഷം മുൻപാണ് മുഹ്സിനയും ഇബ്രാഹിമും വിവാഹിതരായത്. ഇതിനിടയിൽ 7 തവണ മുഹ്സിന പ്രസവിച്ചു. 6 പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ചായിരുന്നെങ്കിലും തുടർ ചികിത്സയോ കുട്ടികൾക്ക് രോഗപ്രതിരോധ കുത്തിവെപ്പുകളോ ഇബ്രാഹിം നൽകിയിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. മൊത്തം 7 മക്കളായിരുന്നു. അതിൽ 3 പേര് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബോർഷനാണ്, 2 ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ജനുവരി തുടക്കത്തിലാണ് ഒരു കുട്ടി പ്രസവിച്ച 6 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടത്. കാരണം വീട്ടിലായിരുന്നു ആ പ്രസവം എടുത്തത്. ഹസ്ബൻഡ് അക്യുപങ്ക്ചറിസ്റ്റാണ്. അപ്പോൾ വീട്ടിലെടുത്ത പ്രസവത്തെ തുടർന്നാണ് കുറച്ചധികം ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, ആ സമയത്ത് അതിൽ സംഭവിച്ച വീഴ്ചകളാണ്. ജനുവരി 6 എടക്കഴിയൂരിൽ വീട്ടിൽ വെച്ച് മുഹ്സിനയുടെ 7ാമത്തെ പ്രസവം നടന്നത്. 3-ാം ദിവസം കുഞ്ഞു മരിച്ചു. പ്രസവത്തിന് പിന്നാലെ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട മുഹ്സിനയ്ക്ക് അക്യുപങ്ക്ചർ ചികിത്സയാണ് ഇബ്രാഹിം നൽകിയതെന്നും ചികിത്സയുടെ ഭാഗമായി ശരീരത്താകമാനമുണ്ടായ മുറിവുകളാണ് മരണത്തിലേക്ക് എത്തിച്ച അണുബാധയ്ക്ക് കാരണമെന്നുമാണ് മുഹ്സിനയുടെ കുടുംബത്തിന്റെ പരാതി. ശരീരത്തിലെ മുറിവുകൾ പുഴുവരിച്ച നിലയിലായിരുന്നു എന്നും കുടുംബം പറയുന്നു. പ്രസവത്തിലാണ് ഈ പറഞ്ഞതുപോലെ അത് കുട്ടിയെ എടുത്ത് ചാപ്പിള്ള കട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലാണ് ചെയ്തത്.
എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അവരെ പുറത്തൊരു മുറിവുണ്ട്, ഒരു മുറിവ് പൊട്ടിയിട്ട് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത് ആ മുറിവ് പഴുത്ത് അതിൽ നിന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിക്ക് എത്തിയതെന്നാണ്. ഇന്നലെ ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് നമ്മളത് കണ്ടു. മുഹ്സീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് ചാവക്കാട് പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, ഗുരുവായൂർ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. വിശ്വാസികൾ പരസ്പരം സ്നേഹാലിംഗനം ചെയ്തു. വീടുകളിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും കൂടിച്ചേരലിന്റെ പെരുന്നാൾ വിശ്വാസികൾ ആഘോഷമാക്കി. പുലർച്ചെ മുതൽ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെയാണ് ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടന്നത്. മാള ജുമാ മസ്ജിദ് പള്ളിയിലും വിശ്വാസികൾ നിസ്കാരം നടത്തി, പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലും മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് ബിലാൽ സലഫി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദ് സഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജഫർ സഖാഫി അൽ അസരി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദ് മുബറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് എ അബ്ദുൽ ജലീൽ മൗലവി നേതൃത്വം നൽകി. ചന്ദ്രാപിനി CV സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് റാഷിദ് റഹ്മാനി നേതൃത്വം നൽകി. ചന്ദ്രാപിനി സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിന് അൻഫാൽ സലഫി നേതൃത്വം നൽകി. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്നു. ചീഫ് ഇമാം ഹുസൈൻ ബാഖവി മുഖ്യ കാർമ്മികനായി. കെട്ടിപ്പിടിച്ചും ആശംസകൾ അർപ്പിച്ചുമാണ് വിശ്വാസികൾ സ്നേഹപ്പെരുന്നാളിന്റെ ആഹ്ലാദം പങ്കിട്ടത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. LDF കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്ത്, CPM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, KO വർഗീസ്, CM ബബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. നോമ്പുതുറയോടെ കയ്പമംഗലം സ്ഥാനാർത്ഥിയുടെ ഗൃഹപ്രവേശം. വത്സരാജ് കയ്പമംഗലം മണ്ഡലത്തിലെ പള്ളിനടയിലെ വീട്ടിൽ നോമ്പുതുറയോടെ താമസമാക്കി. ലളിതമായ രീതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ LDF ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ വീടിന്റെ റിബൺ കട്ടിംഗ് സ്ഥാനാർത്ഥി KK വത്സരാജ് തന്നെ നിർവഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, LDF ജില്ലാ കൺവീനർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, CPM മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളും വത്സരാജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് നോമ്പുതുറയും ഒരുക്കിയിരുന്നു. ശാന്തിപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് താമസം ആരംഭിച്ചത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF മറ്റത്തൂർ മേഖല കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. CV രവി അധ്യക്ഷത വഹിച്ചു. CPM മറ്റത്തൂർ ആക്ടിംഗ് ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് പുല്ലരിക്കൽ, CPM നേതാവ് PK ശേഖരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TA ഉണ്ണികൃഷ്ണൻ, വൃന്ദ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മൂതരക്കണ്ണി മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ ഭാഗവതഭൂഷണം സജീവ് മംഗലത്ത് ഭദ്രദീപം കൊളുത്തി നാരായണോത്സവത്തിന് തുടക്കം കുറിച്ചു. 200-ലധികം ഭക്തർ പാരായണത്തിൽ പങ്കെടുത്തു. മണ്ണുംപുറത്തപ്പന് പിറന്നാൾ സദ്യയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി മുരളീധരൻ നടുമുറി, KS ശ്രീകുമാർ, ദേവസ്വം സെക്രട്ടറി തയ്യിൽ ശിവദാസ്, മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ 86 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചത്. നീയാണ് ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തിരിക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവിനെതിരെ പരാതിയുമായി കുടുംബം. തൃശൂർ എടക്കൊഴിയൂർ സ്വദേശി മുഹ്സിനെയാണ് മരിച്ചത്. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.